السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ ബഹുമാന്യരായ ഉസ്താദ് അവർകൾ, സയ്യിദ് അവർകൾ, മറ്റു സദസ്യരും വേദിയിൽ ലഭിക്കുന്ന പണ്ഡിതന്മാർ, ഈ നാട്ടിലെ കാരണവന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, വിദ്യാർത്ഥി സഹപാഠികളായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവന്റെ മഹദ് ഫള് കൊണ്ട് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സകല പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്കിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാനത്തിലാണ്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ വാഴ്ത്തുകയും പറയുകയും ചെയ്യപ്പെടുന്ന പവിത്രമായ ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്നുള്ളത്. സാധാരണ മാസത്തേക്കാൾ 90 ഇരട്ടി ശതമാനം ലോകത്തുള്ള മുസ്ലിമീങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വാഴ്ത്തുകയാണ് ഈ പവിത്രമായ ഒരു മാസത്തിൽ. ലോകഗുരു അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്ന മാസമായതുകൊണ്ട് തന്നെ ആ മാസത്തിന് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്താനും പറയാനും എഴുതാനും ഒക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാസം ഈ റബീഉൽ അവ്വൽ മാസം തന്നെയാണ്. ആ ഒരു മാസത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കൂടുതലായി നീട്ടിപ്പരത്തി പറയാനുള്ള ഒരു സമയമല്ല ഇത് എന്ന് മനസ്സിലാക്കി വളരെ ചുരുക്കി പറയുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയായി സ്നേഹിച്ച ഒരു വലിയ സമൂഹം നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊന്നും ഒരുപക്ഷെ അതിൻ്റെ 7 അയലോക്കത്ത് എത്തുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധ്യമല്ല. അങ്ങനെ ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിച്ച, ഹബീബിനോട് ഇഷ്ക് വെച്ച ഒരു സമൂഹം ഭൂമി ലോകത്ത് കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത ഒരു അത്ഭുതം തോന്നുകയാണ്. ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മൾ ആ ഹബീബിനെ കണ്ടില്ലല്ലോ, ആ ഹബീബിന്റെ കാലത്ത് നമ്മൾ ജീവിച്ചില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിലൊക്കെ വല്ലാത്തൊരു ദുഃഖം തോന്നിപ്പോവുകയാണ്. ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗമിക്കുകയും ആ ഹബീബിനോട് കൂടെ കൂടുകയും ആ ഹബീബിനോടൊന്നിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു സമൂഹം ലോകത്ത് കഴിഞ്ഞുപോയി. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചരിത്രങ്ങളിൽ കാണാം. മഹാനവറുകളുടെ വഫാത്തിന്റെ കാരണം അത് ഹബീബിന്റെ വഫാത്തായിരുന്നു എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ കാരണം അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തായിരുന്നു. അഥവാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ആ വഫാത്തിൽ മനംനൊന്ത് ദുഃഖിതനായി, ആ ദുഃഖം നീണ്ടുനിന്ന് അങ്ങനെ ദുഃഖിതനായി പോയി, അങ്ങനെ മരണപ്പെട്ടു പോയി എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോ എത്ര മാത്രമാണ് അവരുടെയൊക്കെ സ്നേഹം ഹബീബിനോടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അളക്കാനാവാത്തത്രമായി. അങ്ങനെ ഓരോ സഹാബികളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഓരോ സഹാബികളെ കുറിച്ച് പറയുമ്പോഴും അവരൊക്കെ അങ്ങനെ ഹബീബിനെ ഏറ്റവും ഇഷ്ക് വെച്ച ആളുകളായിരുന്നു. അള്ളാഹു അതുപോലെ നമുക്കും ഹബീബിനെ ഇഷ്ക് വെക്കാനും ആ ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് മുസ്ലിമായി അല്ലാഹു തആല നമ്മളെയൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിപ്പിച്ചു. ഇനി മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ്
ഏതൊരു മുഅ്മിനായ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണല്ലോ നമ്മളൊക്കെ 17 പ്രാവശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ വഴിയിൽ നടത്തേണമേ എന്ന് ഒരു മനുഷ്യൻ ഒരു ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യം പറയുന്നുവെങ്കിൽ ആ നേരായ മാർഗത്തിലൂടെ പുൽകാൻ, ആ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്കാവണം. അതിനു വേണ്ടിയാവണം നമ്മുടെ ജീവിതം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതിന് അടിയുറച്ചു നിന്നുകൊണ്ട്, അതിന്റെ പിന്നാലെ നിന്നുകൊണ്ട് ഹബീബിനെ സ്നേഹിക്കാനും ഹബീബിന്റെ മദ്ഹുകൾ പറയാനും ഹബീബിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കാനും നമുക്കാവണം. എങ്കിലേ നമുക്ക് അവസാനത്തെ വിജയമുണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബിനെ സ്നേഹിക്കാതെ ഒരിക്കലും അള്ളാഹുവിനെ സ്നേഹിക്കാൻ അവനക്ക് സാധ്യമല്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആദ്യം അറിയണം, ആ ഹബീബിനെ സ്നേഹിക്കണം. എങ്കിലേ അള്ളാഹുവിനെ കുറിച്ചും അറിയാൻ സാധ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മുടെ ലോകത്ത് പലരും പല ചിന്താഗതിയിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഹബീബിനെ താല്പര്യമില്ലാതെ, ഹബീബിനെ കുറിച്ച് പറയാൻ ആഗ്രഹമില്ലാതെ അത്തരം സദസ്സുകളെ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാനാവും. എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഹബീബിനെ കുറിച്ച് അറിയാതെ, ഹബീബിനെ സ്നേഹിക്കാതെ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിൽ ഹബീബിനെ സ്നേഹിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധ്യമാവണം. നമ്മൾ അതിനു വേണ്ടിയാണ്, ആ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരാവാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ 5 നേരവും 17 പ്രാവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ച റബ്ബേ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നടത്തേണമേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുആയുടെ ഫലമാവണം നമ്മുടെ ജീവിതവും നമ്മുടെ അവസാനവും ആവേണ്ടത്. അതിന്റെ തഫ്സീറുകളിൽ കാണാം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. 4 വിഭാഗം ആളുകൾ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്, തഫ്സീറിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതാണ് ആ 4 വിഭാഗം ആളുകൾ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഒന്ന്, നബിമാരുടെ കൂടെയാവണം നമ്മൾ. ആ നബിമാരെ പിൻപറ്റിയ ആ ഒരു സമൂഹത്തിൽ നമ്മളാവാൻ സാധ്യമാവണം നമുക്ക്. സിദ്ദീഖീങ്ങളുടെ കൂടെയാവണം നമുക്ക്, സ്വാലിഹീങ്ങളുടെ കൂടെയാവണം നമുക്ക്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഈ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്കൊക്കെ, അവരൊക്കെ അങ്ങേ അറ്റം അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ക് വെച്ചവരും സ്നേഹിച്ചവരുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ പവിത്രമായ മാസം അത് നമ്മളൊക്കെ ധന്യമാവണം. മൗലിദിന്റെ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുമ്പോ ആ സദസ്സുകളിലൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നവരാവണം. ഞങ്ങൾ ഇന്ന് ഈ ഒരു മാസത്തിൽ നമ്മളൊക്കെ വലിയ ആഹ്ലാദങ്ങൾ പ്രകടിപ്പിക്കുമ്പോ നമ്മൾ ഒരു ചെറിയൊരു ദുഃഖത്തിന്റെ പേരിലാണ് നമ്മളുള്ളത്. എന്താണ് ആ ദുഃഖം എന്ന് ചോദിച്ചാൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ദുഃഖം 3 ദിവസം മാത്രമേ ഉള്ളൂ. 3 ദിവസമാണ് അവന്റെ ദുഃഖം എന്ന് പറയുന്നത്. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ സഹോദരനെ കുറിച്ചുള്ള ആ ഒരു വേദന ഇങ്ങനെ തേട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ജഅഫർ അലി ദാരിമി എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ, എന്റെ അമ്മായിയുടെ മകനാണ് അദ്ദേഹം. എങ്കിലും അതിലേറെ ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുള്ളത് ഈ ദർസി മേഖലകളിൽ നിന്നാണ്. ഞങ്ങൾക്ക് ബഹുമാന്യരായ ഉസ്താദിന്റെ അടുക്കൽ ഞങ്ങൾ പഠിക്കുമ്പോ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുർപ്പനഞ്ചി പാലക്കാടിൽ വെച്ചുകൊണ്ടാണ് ബഹുമാന്യരായ ഉസ്താദ് ദർസ് തുടങ്ങുന്നത്. അതിന്റെ അവസാനത്തെ വർഷത്തിലാണ്, അവിടുത്തെ അവസാനത്തെ വർഷത്തിലാണ് ഞങ്ങളൊക്കെ അവിടെ പോയി ചേരുന്നതും. പിന്നീട് വയക്കാട്ടേക്ക് ദർസ് മാറി അവിടെയാണ് കൂടുതൽ ഞങ്ങളൊക്കെ നിന്നത്. അപ്പൊ അവിടെ നിൽക്കുന്ന ആ സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായത് ഈ ദർസീപരമായ മേഖലകളിൽ നിന്നാണ് അദ്ദേഹത്തിനോടുണ്ടായത് എന്നുള്ളത് വല്ലാത്ത ഒരു മനസ്സിന് ഇന്ന് ദുഃഖം ഞങ്ങൾക്ക് പകരുകയാണ്. കാരണം എല്ലാവരോടും ഒരുപോലെ പുഞ്ചിരിയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ജഅഫർ അലി ദാരിമി എന്ന് പറയുന്നത്. എല്ലാവരോടും പുഞ്ചിരിയോടുകൂടെ, ആ പുഞ്ചിരിയോട് കൂടെ തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഞങ്ങളുടെ വന്യഗുരു ഉസ്താദിന്റെ ആദ്യത്തെ ശിഷ്യനാണ് അദ്ദേഹം. ആദ്യത്തെ ശിഷ്യനും ആദ്യത്തെ ബിരുദധാരിയും ആദ്യം വഫാത്തായി പോയതും ആ ജഅഫർ അലി ദാരിമി തന്നെയാണ്. അള്ളാഹു ഇവിടുത്തെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ.
അവിടുത്തെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ണെത്താ ദൂരത്തേക്ക് അദ്ദേഹത്തിന്റെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആരോടും പരിഭവമില്ല, ഒരാളോടും പിണക്കമില്ല, ആരോടും ഒന്നിനും പോവാത്ത വളരെ സാധുവായ ഒരു മനുഷ്യൻ. ആരെന്ത് പറഞ്ഞാലും പുഞ്ചിരിയോട് കൂടെ മാത്രം കാണുന്ന ഒരു മനുഷ്യനായിരുന്നു ജഅഫർ അലി ദാരിമി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ. ആ മനുഷ്യൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് വിവാഹിതനാകുന്നത്. വാൾവ് സംബന്ധമായ അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അത്തരം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം വിവാഹം കഴിക്കാതെ അങ്ങനെ പോയി. പിന്നീട് പലരുടെയും നിർബന്ധ പ്രകാരം ഇപ്പൊ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഗൂഡല്ലൂരിലെ അദ്ദേഹത്തിന്റെ ശരിയായ നാടായ പെരിയശോലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിക്കുകയും ആ സഹോദരിയെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പൊ 2 മാസം തികഞ്ഞില്ല, അള്ളാഹുവിലേക്ക് അദ്ദേഹം മടങ്ങേണ്ടി വന്നു. അള്ളാഹുവിന്റെ ഖളാ ആണ്. അല്ലാഹു തആല അവിടെ ഹൂറുല്ലീങ്ങളായ ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സന്തോഷങ്ങൾ, ഇവിടെ അനുഭവിക്കാനാവാത്ത സന്തോഷങ്ങൾ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമസ്കരിച്ചിട്ടുണ്ട്, ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. നല്ല ഒരു മനുഷ്യനാണ്, ആരോടും ഒന്നിനുമില്ല. ഒരുപാട് സംഘടനാപരമായ പല മേഖലകളിലും ഉയർന്നു നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ആരോടും ഒരു വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ജഅഫർ അലി ദാരിമി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പാർട്ടിയുടെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴും ഒരാൾക്കും വെറുപ്പില്ലാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവ വ്യക്തിത്വമായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ മാസത്തിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. എല്ലാവരും സന്തോഷത്തിലാകുന്ന, ആനന്ദത്തിലാകുന്ന ഈ സമയത്ത് എല്ലാവരും ലോകഗുരു അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു പവിത്രമായ മാസത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ഇനിയും ജീവിക്കുമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു പോകുന്നത്. അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, ഞങ്ങളൊക്കെ പഠിക്കുന്ന ഘട്ടങ്ങളിൽ തന്നെ ഞങ്ങളൊക്കെ പല സമയങ്ങളിലും ഈ ദർസി മേഖലകളിൽ നിന്ന് മാറി നിന്ന് പല മേഖലയിലേക്കും മാറിയപ്പോഴും ഞങ്ങളൊക്കെ വീണ്ടും ഇതിലേക്ക് പിടിച്ചടച്ചു കൂട്ടി കൊണ്ടുവന്ന് ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞങ്ങളൊക്കെ പല മേഖലകളിലും പല മഹല്ലത്തുകളിലും ഖത്തീബുമാരായും സദർ ഉസ്താദുമാരായും ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്കിന്ന് വലിയ മനസ്സിന് സന്തോഷമാണ്. കാരണം ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് തെന്നി നീങ്ങിപ്പോയവരായിരുന്നു. എന്നിട്ടും ഇതിലേക്ക് കൂട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന ഉസ്താദ് അവർകൾ ഇതിൽ നിലനിൽക്കണം, ഇതാണ് ആഖിറത്തിലേക്കുള്ള വഴി എന്ന് കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഉസ്താദും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധമായ ഇത്തരം മാസങ്ങളൊക്കെ വരുമ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഒരു പ്രത്യേകമായ ഒരുക്കം നടത്തുമത്രേ. റബീഉൽ അവ്വൽ 12 വരുമ്പോ പ്രത്യേകിച്ച് അന്ന് പ്രത്യേകമായ നല്ല പുതിയ ഒരു വസ്ത്രമൊക്കെ തേച്ച് അത് സുബഹി സമയത്ത്, പ്രഭാത സമയത്ത് ധരിച്ചുകൊണ്ടാണ് പ്രഭാത മൗലിദിലേക്ക് കടന്നു വരാറുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലേറെ എന്നെക്കാളും കൂടുതൽ ഒരുപക്ഷെ ഉസ്താദ് ഇവിടെ വിശദീകരിക്കും. അപ്പോ അങ്ങനെയുള്ള ആ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽ പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഒരു ഭാഗ്യമായി ഇപ്പൊ ഞങ്ങളൊക്കെ കണക്കാക്കപ്പെടുകയാണ്. ഇത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന ഒരു ശൃംഖലയാണ് എന്ന് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ശൃംഖല നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങൾ അവர்கள் ഇവിടെ ഉണ്ട്, ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. സമയം വൈകിപ്പിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സും സന്ദർഭങ്ങളും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇങ്ങനെ ഒരു അനുസ്മരണം ഇവിടെ പറയുക എന്ന് തന്നെ പറഞ്ഞപ്പോ അത് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിന്നത്. ഏതായാലും പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ എന്ന് മനസ്സിലാക്കി തങ്ങളെയും ഉസ്താദിനെയും ഒക്കെ ഇവിടെ എത്തിയാണ് സംസാരിച്ചത്. അതിലൊക്കെ വലിയ ഒരു പ്രയാസമുണ്ട്. എങ്കിലും അൽഹംദുലില്ലാഹ് സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളത് മുഅ്മിനീങ്ങളായ ആളുകളുടെ ഒരു
പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. അമ്പിയാക്കളെ കുറിച്ച് പറയുക എന്നുള്ളത് അത് നമ്മുടെ ഇബാദത്തുകളിൽ പെട്ടതാണ് എന്ന് നമുക്ക് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ ഈ സംരംഭം സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ ദർസി സംവിധാനം നിലനിർത്തി കൊണ്ടുപോവാൻ നമ്മുടെ ഉസ്താദിന് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ വന്നെത്തിയ ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളാണ് ഇവിടെ ദുആക്ക് നേതൃത്വം നൽകാനുണ്ടാവാറുള്ളത്. അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം അവരുടെ തണലിലായി നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടെ കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.